ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയി ഫുഡ് അടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണനെ സോപ്പിടുകയാണ്. അല്ലെങ്കിൽ ഞാൻ പോണത് കാണുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ കണ്ണൻ ടാറ്റ ബബ്ബായി ഒക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പാത്തു വന്നു. എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പാത്തുവിൻ്റെ വണ്ടിയിലാണ് ഇപ്പോൾ പോണത്. കണ്ണൻ ടാറ്റ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണൻ അവിടെ വാശി പിടിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. അങ്ങനെ ഞങ്ങൾ ജിമ്മിലേക്കാണ് പോകുന്നത്. അതായത് എൻ്റെ ജിമ്മിലത്തെ ഫ്രണ്ട്സായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതാ ആശിച്ചി, പാത്തു എല്ലാവരും ഉണ്ട്. കുറേ പേരുണ്ട് കേട്ടോ. കുറേ പേര് മീൻസ് ഒരു 7 പേര്. അങ്ങനെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ അത്താണിയിലുള്ള സെലക്ട് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. അപ്പോൾ അതാ നമ്മുടെ പാത്തുവിൻ്റെ ചിരി കണ്ടില്ലേ. അപ്പോൾ ഫുഡ് അവർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ടർ എന്ത് ഓർഡർ ചെയ്യും എന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തുവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എന്നെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പാത്തു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും പിന്നെ ചിക്കൻ ലോലിപോപ്പുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മുടെ സൂപ്പ് എത്തിക്കഴിഞ്ഞു. സൂപ്പ് ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് എത്തി. അതും അതെ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ചിക്കൻ ലോലിപോപ്പ്. ഞാൻ എപ്പോൾ ചെന്നാലും സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്യണത് ഈ സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആസ്വദിച്ച് ശരിക്കും കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സാധനം. അങ്ങനെ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ എത്തിക്കഴിഞ്ഞു. മെയിൻ ഡിഷസൊക്കെ എത്തി. അതിൽ ഷെസ്വാൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ പൊറോട്ട, ബട്ടർ ചിക്കൻ, പിന്നെ എന്തായിരുന്നു മന്തി, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കൈ കഴുകി വരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മൊജിറ്റോയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലൊരു വാട്ടർമെലൺ ഉണ്ട്, അത് ഇന്ദുവിൻ്റെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഷേക്കുകളുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ശരിക്കും ആർമാദിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു ഗോൾഡൻ മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി എനിക്കിങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയി ചില്ലാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് കാറുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളൊരു കണക്കിന് വണ്ടി എടുത്തു. പാത്തും സുഹിലാത്തിയും ഇതാ പോവുകയാണ്. ടാറ്റാ ബബ്ബായി ഒക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനാണ് വണ്ടി ഓടിച്ചത്. തിരിച്ച് പോകുമ്പോൾ കൃഷ്ണ ഓടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കൃഷ്ണയുടെ ബാക്കിലിരിക്കാൻ പോവാണ് ഞാൻ വണ്ടിയുടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എന്തായാലും ഈ ഒരു ഡേ മറക്കാൻ പറ്റില്ല കേട്ടോ. സത്യമായിട്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.